നമസ്കാരം. മണിപ്പൂരിൽ കളി കൈവിട്ടു. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചു. ദില്ലിയിൽ എത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതിന് ശേഷമാണ് ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത്. നിയമസഭയിൽ നിന്ന് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് ഈ രാജി. അതേസമയം മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ BJPയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. മന്ത്രിമാരായ YKM ചന്ദ് സിംഗ്, T വിശ്വജിത് സിംഗ് എന്നിവർക്കൊപ്പം സ്പീക്കർ സത്യബ്രത സിംഗും നിലവിൽ BJPയുടെ പരിഗണനയിലുണ്ട്. അവിശ്വാസ പ്രമേയം നിരാകരിക്കില്ലെന്ന് സ്പീക്കർ അറിയിച്ചതോടെയാണ് BJP നേതൃത്വം ബിരേൻ സിംഗിന്റെ രാജിക്ക് വഴങ്ങിയത്. മണിപ്പൂരിൽ സംഘർഷം 21 മാസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനം എൻ ബിരേൻ സിംഗ് രാജിവെച്ചത്. മണിപ്പൂരിൽ കലാപം ആളിക്കത്തിച്ചത് ബിരേൻ സിംഗ് ആണ് എന്ന ആരോപണം തുടക്കം തൊട്ട് ശക്തമായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നപ്പോഴും മോദിയും അമിത്ഷായും ബിരേനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒടുവിൽ ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെയാണ് നാടകീയമായ ഈ രാജി. കോൺഗ്രസ് അവിശ്വാസ പ്രമേയം ബിരേന് സർക്കാരിനെതിരെ നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നീക്കത്തിന് ഭരണകക്ഷി MLA-മാരിൽ നിന്നും പിന്തുണ ലഭിച്ചേക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പാർട്ടി കേന്ദ്ര നേതൃത്വം തിടുക്കത്തിൽ രാജിക്കുള്ള നിർദ്ദേശം നൽകിയത്. 2023 മെയ് മാസത്തിൽ തുടങ്ങിയ മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ 250-ലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി. കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട ബിരേൻ സിംഗ് രാജിവെക്കണമെന്ന് കുക്കി വിഭാഗം അന്നേരം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ കഴിഞ്ഞ മെയ് മുതൽ ഇന്നുവരെ സംഭവിച്ച കാര്യങ്ങളിൽ ഖേദമുണ്ടെന്നും സംസ്ഥാനത്തെ ജനങ്ങളോട് ക്ഷമാപണം നടത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് താൻ മാപ്പ് ചോദിച്ചത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നും ബിരേൻ സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ച് മാപ്പ് പറയാത്തത് എന്താണെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ചോദ്യത്തിന് മറുപടി എന്ന പോലായിരുന്നു ബിരേന്റെ ആ പ്രതികരണം. കുക്കികളും നാഗവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ 1300 പേരാണ് കൊല്ലപ്പെട്ടത്. 1992 തുടങ്ങിയ സംഘർഷം 5 വർഷത്തോളം രൂക്ഷമായി തുടർന്നു. 1997-98 കാലയളവിൽ കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷത്തിൽ 350 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. IK ഗുജ്റാളായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. മെയ്ത്തി വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും മുമ്പത്തെ പോലെ ആളുകൾ ഒത്തൊരുമയോടെ കഴിയുന്നതിനായി സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ബിരേൻ സിംഗ് ശനിയാഴ്ച നടന്ന DGAR മെൻ ആൻഡ് വിമൻ പോളോ ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനങ്ങൾ പഴയതുപോലെ സമാധാനപരമായി ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സാധ്യമായ എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.